നമസ്കാരം. പിറവം നഗരസഭ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമായ രീതിയിലുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളെല്ലാം സമർപ്പിച്ചതിന് ശേഷം ഇപ്പോൾ സ്ഥാനാർത്ഥികളോടൊപ്പം ഓശാന ടിവിയുടെ വോട്ടുവണ്ടി സഞ്ചരിക്കുകയാണ്. ഞാൻ ഇന്നുള്ളത് UDFന്റെ 16ാം ഡിവിഷന്റെ റെജി ചുള്ളിക്കലിനോടൊപ്പമാണ്. ഞാൻ അല്പസമയം ചെലവഴിക്കാൻ ചേട്ടാ നമസ്കാരമുണ്ട്. എന്താണ് സ്ഥാനാർത്ഥിയായി എത്തിയതിൽ വളരെ സന്തോഷം. ഒരു സീറ്റ് നിലവിൽ UDF താങ്കൾക്ക് തന്നപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് നല്ലൊരു സന്തോഷം തോന്നി. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീറ്റ് UDFകാർ തന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ നല്ലൊരു വിജയം കൈവരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് UDFനോട് നമുക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. സാധാരണക്കാരനായ ഒരാളാണ് ഞാൻ, ഓട്ടോ ഓടിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾ പാർട്ടി നമുക്ക് ഈ ഒരു സ്ഥാനം തന്നപ്പോൾ UDFൻ്റെ നേതാക്കന്മാരും വാർഡിലെ വോട്ടർമാരും നാട്ടുകാരും നമ്മൾ ആ വാർഡിലുള്ള ആളാണ്. നിൽക്കാനുള്ള എല്ലാ അവസരം തന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. നിലവിൽ ഇപ്പോൾ റേച്ചേറിൻ്റെ ഈ ഒരു ഡിവിഷൻ നിലവിൽ 16ാം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആ പാലച്ചോടിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഡിവിഷൻ എവിടം എവിടം വരെയാണ്? ആ ഡിവിഷൻ എന്ന് പറയുമ്പോൾ BPC കോളേജിൻ്റെ അവിടുന്ന് ഒരു സൈഡ് തുടങ്ങിയിട്ട് ഇല്ലിക്കമുക്കടയിൽ നിന്ന് കോച്ചേരിത്താഴത്തു നിന്ന് നേരെ ഇടിയാറ കുരിശ് വരും. ഇതാണ് ആ വാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിലവിൽ ആ ഒരു ഡിവിഷനിൽ എത്രത്തോളം വോട്ടർമാരുണ്ടാവും? ഏകദേശം ഒരു 987 വോട്ടർമാരുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഒരു 10-12 പേരെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ അടുത്ത ദിവസം വരും. നിലവിൽ ഈ ഒരു ഡിവിഷൻ ശരിക്കും 16ാം ഡിവിഷൻ ഞാനവിടെ ആ ഡിവിഷനിൽ വന്നപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് പല വാർഡുകളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു ഡിവിഷൻ വന്നതെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14ാം വാർഡിൻ്റെ കുറച്ച് ഭാഗം അതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്, പിന്നെ 15ൻ്റെ കുറച്ച് ഭാഗം കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ഒറ്റ വാർഡാക്കിയേക്കുവാണ് ഈ വാർഡ്. 987 വോട്ട് ഒരു വാർഡ്. നിലവിൽ അപ്പോൾ ഈ ഒരു ഡിവിഷൻ ഇങ്ങനെ മാറ്റുമ്പോൾ ശരിക്കും അതൊരു UDFന്റെ വാർഡാണോ? അത് ശരിക്കും UDFന്റെ വാർഡ് തന്നെയാണ്. അപ്പോൾ UDFന്റെ ഒരു വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയപ്പോൾ അതിന് പ്രത്യേകം എന്താ താങ്കൾക്ക് ആ ഒരു ഡിവിഷനിൽ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവരണമെന്നാണ്? അവിടെ ഏകദേശം ഒരു 14 റോഡിൻ്റെ പണികൾ, മണ്ണ് റോഡും ഉണ്ട്, ടാറിട്ട റോഡ് പൊളിഞ്ഞു കിടക്കുന്ന വഴികളുണ്ട്. അത് എല്ലാം മോശമായി കിടക്കുവാണ്. അത് എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അതിൻ്റെ കുടിവെള്ള വിഷയമുണ്ട്. അവിടെ ഹെൽത്ത് സെൻ്ററിൻ്റെ അവിടെ ആരോഗ്യ മേഖലയിൽ വീഴ്ചകൾ കാര്യങ്ങളുമുണ്ട്. അതൊന്ന് നന്നാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പാടശേഖരം മൊത്തം അവിടെ കൃഷിയില്ലാതെ നശിച്ചു കിടക്കുവാണ്. അതിനൊരു ഊന്നൽ കൊടുക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമുണ്ട്. കുടിവെള്ളം ബുദ്ധിമുട്ടുള്ള ഏരിയ ഉണ്ട്. ഇല്ലിക്കമുക്കട മുകളിലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നിറ്റുമല ഇങ്ങേ ഭാഗത്ത് ഇല്ലിക്കമുക്കട ആ ചെരുവിൽ ഒത്തിരി വീട്ടുകാർക്ക് വെള്ളം കയറാൻ, BPC കോളേജിൻ്റെ ആ ഭാഗത്ത് വെള്ളം കയറാൻ അവിടെ ബുദ്ധിമുട്ടുണ്ട്. അവിടെ വെള്ളം കിട്ടാത്തതുകൊണ്ട് ആൾക്കാർക്ക് അതിൻ്റെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അവിടെ കൃഷിക്കാർക്ക് ബന്ധപ്പെട്ട് പറയാനുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റോഡ് പാടത്തോട്ടുള്ള ഒരു വഴി ഒരു ഏകദേശം ഒരു 1 കിലോമീറ്ററും ചെല്ലാനും വഴി അവിടെ മോശമായി കിടക്കും. അത് മണ്ണ് റോഡാണ്. അത് ഒരു ഈ ഡിവിഷനിൽ മണ്ണ് റോഡുകളുണ്ടോ? മണ്ണ് റോഡുകളുണ്ട്. അത് 3-4 മണ്ണ് റോഡുകളുണ്ട്. അപ്പോൾ അത് ടാറിട്ടിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഊന്നൽ കൊടുത്ത് ആ പാടത്തോട്ട് വണ്ടി ഇറങ്ങാനും കൊയ്ത്ത് വണ്ടി പോകാനും അത് ഇടുങ്ങിയ വഴിയാണ്. അതിന് നല്ല വഴിയും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്കൊരു നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അതിനുള്ള ഊന്നൽ നമ്മൾ കൊടുക്കും. ഞാൻ ഈ ഡിവിഷനിൽ ഞാൻ ജനിച്ച് വളർന്ന നാടാണത്. 16ാം വാർഡിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ തറവാട് ഇരിക്കുന്നത് 16ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ ഞാൻ വോട്ട് ഇത് തിരിഞ്ഞു വരുമ്പോൾ 14ലോട്ട് നമ്മൾ മാറിയേക്കുവാണ്. അപ്പോൾ അതന്നെ അങ്ങനെ ഒരു ഡിവിഷൻ ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 14ലാണ് താമസിക്കുന്നത്. എന്തോരം വ്യത്യാസമുണ്ട്? അത് ഒരു വഴിക്ക് വ്യത്യാസമുള്ളൂ. അവിടെ എല്ലാവരുമായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഓടിച്ചെന്ന് എല്ലാവരുമായിട്ട് ഞാൻ കണ്ണടച്ച് നടന്നാൽ പോലും ഏത് വീട്ടിൽ ആൾക്കാരെ അറിയും, എല്ലാവരും ഞാൻ അറിയണ ആൾക്കാരാണ്. എൻ്റെ കൂട്ടുകാരും എൻ്റെ കൂടപ്പുറപ്പുകളും എല്ലാവരും ഉള്ള നാടാണ്. എല്ലാവരുമായിട്ട് ഞാൻ നല്ല സഹകരണത്തിൽ പോണ ആളാണ്. നിലവിൽ ഇപ്പോൾ ഈ ഒരു ഡിവിഷനിൽ എല്ലാ വീടുകളിലും വോട്ട് അഭ്യർത്ഥനയായിട്ട് പോയോ? ഒരു 2 റൗണ്ട് കഴിഞ്ഞു. 3ാമത്തെ റൗണ്ട് കയറാൻ ഇരിക്കുമായിരുന്നു. 3ാമത്തെ റൗണ്ട് നാളെ രാവിലെ തുടങ്ങും. പിന്നെ എല്ലാ വീടുകളിലും നമുക്ക് നല്ല പ്രതികരണമാണ് നമുക്ക് വരുന്നത്. എല്ലാവരും നല്ല അഭിപ്രായങ്ങളും നമ്മളോട് ധൈര്യമായിട്ട് നിന്നു. ഒന്നുകൊണ്ട് പേടിക്കണം. 100% നമുക്ക് വിജയാലക്ഷ്യം നമുക്ക് ആ വാർഡിലുണ്ട്. കൃത്യമായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് ആ വാർഡിൽ എല്ലാവരിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. ആ വാർഡിലെ എല്ലാ ആൾക്കാരുമായിട്ട് എനിക്ക് ഏത് വീട് വേണമെങ്കിലും എല്ലാ വീടും എനിക്കറിയാവുന്ന വീടാണ്. ഞാൻ ജനിച്ച് നടന്ന വാർഡാണ്. പിന്നെ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് എല്ലാ വീടുകളിലും പല വീടുകളിലും ഓട്ടം പോണ വീടുകളുമാണ്. നമുക്ക് അങ്ങനെ ഒരു സീറ്റ് കിട്ടിയപ്പോൾ UDFിലെ ആൾക്കാർ നമുക്ക് അങ്ങനെ ഒരു സീറ്റ് തന്നു. നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. താങ്കളുടെ ഇപ്പം പറഞ്ഞിരിക്കുന്ന റോഡ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളല്ലാതെ താങ്കളുടെ ഭാവനയിൽ ഒരു സാധാരണ ഒരു റോഡുകളുടെ നിലവാരം ആണ് താങ്കളൊക്കെ പറയാനുള്ളത്. അപ്പം അങ്ങനെയുള്ള അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ താങ്കളുടെ ഭാവനയിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാടം
കൃഷിയില്ലാതെ നശിച്ച് കിടക്കുവാണ്. അപ്പോൾ അത് ഉണങ്ങി കിടക്കുവാണ്. അപ്പോൾ അതിന് നമ്മൾ ആ പാടത്ത് നമുക്ക് കൃഷി ഇറക്കാനുള്ള ആൾക്കാരോട് പറഞ്ഞ് അതിന് നല്ലൊരു ഊന്നൽ കൊടുക്കുവാണെങ്കിൽ ഏക്കർ കണക്കിന് പാടം അവിടെ കൃഷിയില്ലാതെ കിടക്കണത് വർഷങ്ങളായിട്ട് കിടക്കുക, പുല്ലും കയറി അത് കൃഷിയൊന്നുമില്ലാതെ കിടക്കുക. അപ്പോൾ അത് നമ്മൾ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ കൃഷി ഉണ്ടാക്കി വരാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ടി മുമ്പേ നിൽക്കാൻ ശ്രമിക്കും നമ്മൾ. ഇനി അപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു സാധാരണക്കാരനായ ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സാധാരണ ഇത് എങ്ങനെ ആ ഒരു ഡിവിഷൻ എങ്ങനെയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? നമുക്കിപ്പോൾ ഒരു MLA ഉണ്ട്, നമുക്കിപ്പോൾ ഒരു MP ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ തവണ നമ്മൾ മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിച്ച് UDF ഭരണത്തെ തിരിച്ചു പിടിച്ച് നമുക്ക് ആ ഫണ്ട് എല്ലാം നമുക്ക് ഈ വാർഡിലോട്ട് കൊണ്ടുവരാൻ പറ്റും. എല്ലാ വഴികളും നമ്മൾ പാടത്തെ കൃഷി കാര്യങ്ങളും MP-യുടെ കയ്യിൽ നിന്നും നമ്മൾ MP ഫണ്ടിൽ നിന്നും നമ്മൾ MLA-യുടെ ഫണ്ടിൽ നിന്നും നമ്മൾ വാങ്ങിച്ച നമുക്ക് നമ്മുടെ ആ വികസനം നമ്മൾ ആ നാട്ടിൽ 16-ാം വാർഡിൽ നമ്മൾ നല്ല രീതിയിൽ വികസനം കാഴ്ചവെക്കും. നിലവിൽ അപ്പം താങ്കളെ സംബന്ധിച്ച് ഒരു UDF-ന്റെ ഒരു ഭരണസമിതി ഇത്തവണ വിജയിച്ചു വന്ന് നഗരസഭ പിടിച്ചെടുക്കുമെന്ന് വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തവണ നമ്മൾ പിറവം മുനിസിപ്പാലിറ്റി നമ്മൾ 5 വർഷം കൊണ്ട് നമ്മൾ കണ്ട വികസനം നമ്മൾ കണ്ടു. നമ്മൾ എന്ത് വില കൊടുത്തും നമ്മൾ 28 ഡിവിഷനിൽ നമ്മൾ പിടിച്ചെടുത്തിട്ട് നമ്മൾ നിയമസഭയിൽ നമ്മൾ എല്ലാ കേരളം മൊത്തം നമ്മൾ UDF പിടിച്ചെടുത്ത് നല്ലൊരു ഭരണം നമ്മൾ കാഴ്ചവെക്കും. അപ്പോൾ എന്താണെങ്കിലും റേച്ചേട്ടൻ ഈ ഒരു 16-ാം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. സാധാരണക്കാരനായ ഒരാളാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഓട്ടോ ഡ്രൈവറായ തനിക്ക് ഒരു സീറ്റ് ലഭിച്ചത് UDF-ന്റെ അംഗങ്ങൾ അവിടുത്തെ ജനങ്ങളുടെയും ഒരു പ്രത്യേക കരുണം അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വെള്ളത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ മണ്ണ് റോഡായിരിക്കുന്ന റോഡുകൾ വികസനം, മറ്റുള്ള കാര്യങ്ങളെല്ലാം നടത്തണം എന്നുള്ളൊരു പ്രത്യേക കാഴ്ചപ്പാട് തന്നെ സാധാരണക്കാരൻ റേച്ചേട്ടനുണ്ട്. എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. വിജയിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഡിവിഷനിൽ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനുള്ള കാഴ്ചപ്പാടുള്ള ഈ റേച്ചേട്ടന് എല്ലാവിധ നന്ദിയും അർപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.